ആധുനിക കാലഘട്ടത്തിൽ പണമിടപാടുകൾ ഡിജിറ്റൽ ആയതോടെ ക്രെഡിറ്റ് കാർഡുകളുടെ പ്രചാരണം വർദ്ധിച്ചു. കൈവശം പണമില്ലെങ്കിലും സാധനങ്ങളും സേവനങ്ങളും വാങ്ങാമെന്ന സൗകര്യവും ആകർഷകമായ ഓഫറുകളും റിവാർഡ് പേയ്മെന്റുകളുമാണ് പലരെയും ഇതിലേക്ക് ആകർഷിക്കുന്നത്. എന്നാൽ കൃത്യമായ സാമ്പത്തിക ആസൂത്രണമില്ലാതെ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നത് പലരെയും വലിയ കടക്കണിയിലേക്കും നിയമക്കുരുക്കുകളിലേക്കും എത്തിക്കാറുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ആദായനികുതി വകുപ്പ് ക്രെഡിറ്റ് കാർഡ് ഇടപാടുകളിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരാൻ പുതിയ നിയമങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. പുതിയ പരിഷ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉയർന്ന തുകയുടെ ഇടപാടുകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നിരീക്ഷണമാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരാൾ തന്റെ ക്രെഡിറ്റ് കാർഡുകൾ വഴി ആകെ 10 ലക്ഷം രൂപയോ അതിലധികമോ തുകയുടെ ഇടപാടുകൾ നടത്തിയാൽ ആ വിവരം ബാങ്കുകൾ നിർബന്ധമായും ആദായനികുതി വകുപ്പിനെ അറിയിക്കണം. പലപ്പോഴും ആളുകൾ തങ്ങളുടെ യഥാർത്ഥ വരുമാനത്തെക്കാൾ വലിയ തുക ക്രെഡിറ്റ് കാർഡ് വഴി ചെലവഴിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഒരാളുടെ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയാണെന്നിരിക്കട്ടെ. എന്നാൽ അയാൾക്ക് കാർഡ് വഴി 12 ലക്ഷം രൂപ ചെലവായാൽ ആ പണം എവിടെ നിന്ന് വന്നു എന്ന ചോദ്യം ഉയരും. ഇത്തരം സാഹചര്യങ്ങളിൽ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് ഇടപെടാനും ഇടപാടുകളുടെ സ്രോതസ് വ്യക്തമാക്കാൻ ആവശ്യപ്പെടാനും അധികാരമുണ്ട്. ആഗോളതലത്തിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ വിദേശ രാജ്യങ്ങളിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. വിദേശത്ത് നടത്തുന്ന ഇടപാടുകൾക്ക് ഇനി മുതൽ കർശന നിബന്ധനകൾ ഉണ്ടാകും. വിദേശ രാജ്യങ്ങളിൽ 1 ലക്ഷം രൂപയിൽ കൂടുതൽ ചെലവഴിക്കുന്നവരെ ആദായനികുതി വകുപ്പ് പ്രത്യേകം നിരീക്ഷിക്കും. വിദേശത്ത് നടത്തുന്ന ചെലവുകൾ പലപ്പോഴും കണക്കിൽപ്പെടാത്ത പണം ഉപയോഗിച്ചാണോ എന്ന പരിശോധന ഇതിലൂടെ ലക്ഷ്യമിടുന്നു. വിദേശ കറൻസിയിലുള്ള ഇടപാടുകൾ ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റുമ്പോൾ വലിയ തുകയാകാൻ സാധ്യതയുള്ളതിനാൽ വിദേശയാത്രകൾ നടത്തുന്നവർ തങ്ങളുടെ കാർഡ് സ്റ്റേറ്റ്മെന്റുകൾ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട്. വരുമാനവും വിദേശത്തെ ചെലവും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടായാൽ നോട്ടീസ് ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. പുതിയ നിയമത്തിലെ ഏറ്റവും ഗുണകരമായ മാറ്റങ്ങളിലൊന്ന് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് ആദായനികുതി അടയ്ക്കാമെന്നതാണ്. മുമ്പ് ഡെബിറ്റ് കാർഡുകളോ നെറ്റ് ബാങ്കിംഗ് വഴിയോ മാത്രമേ നികുതി അടയ്ക്കാൻ സാധിച്ചിരുന്നുള്ളൂ. ഇത് നികുതിദായകർക്ക് വലിയ ആശ്വാസമാണ് നൽകിയിരുന്നത്. അവസാന നിമിഷം നികുതി അടയ്ക്കാൻ കയ്യിൽ പണമില്ലാത്തവർക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് തുക അടയ്ക്കുകയും പിന്നീട് അത് ബാങ്കിലേക്ക് ഗഡുക്കളായി തിരിച്ചടയ്ക്കുകയും ചെയ്യാം. എന്നാൽ ഇതിന് ബാങ്കുകൾ ഈടാക്കുന്ന ട്രാൻസാക്ഷൻ ചാർജുകളെക്കുറിച്ച് ഉപഭോക്താക്കൾ ബോധവാന്മാരായിരിക്കണം. പല കമ്പനികളും തങ്ങളുടെ ജീവനക്കാർക്ക് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ക്രെഡിറ്റ് കാർഡുകൾ നൽകാറുണ്ട്. ഇത്തരം കാർഡുകളുടെ ഉപയോഗത്തിലും പുതിയ നിയമം വ്യക്തത വരുത്തുന്നു. കാർഡ് കമ്പനി ആവശ്യങ്ങൾക്കായി മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നികുതി ബാധകമല്ല. എന്നാൽ ജീവനക്കാർക്ക് ഈ കാർഡ് തന്റെ വ്യക്തിഗത ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചാൽ ആ തുക അയാളുടെ വരുമാനത്തിന്റെ ഭാഗമായി കണക്കാക്കുകയും അതിന് നികുതി നൽകേണ്ടി വരികയും ചെയ്യും. കമ്പനികൾ ഈ വിവരം കൃത്യമായി റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. വ്യക്തിഗത ചെലവുകൾക്ക് കോർപ്പറേറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് വഴി നികുതി വെട്ടിക്കുന്നത് തടയാനാണ് ഈ നീക്കം. ഉപഭോക്താക്കൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന മറ്റൊരു മാറ്റമാണിത്. ഇനി മുതൽ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റുകൾ ഔദ്യോഗികമായി മേൽവിലാസം തെളിയിക്കുന്ന രേഖയായി ഉപയോഗിക്കാൻ സാധിക്കും. ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനോ മറ്റ് KYC ആവശ്യങ്ങൾക്കോ ഇത് സമർപ്പിക്കാം. ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ ഡിജിറ്റലായി ലഭ്യമാക്കുന്നതിനാൽ ഇത് ഉപഭോക്താക്കളുടെ ജോലി എളുപ്പമാക്കും. ഇടപാടുകളുടെ പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് സംശയം തോന്നിയാൽ ആദായനികുതി ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് നിങ്ങളുടെ വീട്ടിലെത്താനോ പരിശോധന നടത്താനോ പുതിയ നിയമം അധികാരം നൽകുന്നു. അതുകൊണ്ട് തന്നെ ഓരോ മാസത്തെയും സ്റ്റേറ്റ്മെന്റുകൾ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ക്രെഡിറ്റ് കാർഡുകൾ വഴി പണം പിൻവലിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. ഇതിന് ഉയർന്ന പലിശ ഈടാക്കും എന്നത് മാത്രമല്ല, ഇത്തരം ഇടപാടുകൾ ആദായനികുതി വകുപ്പിന്റെ ശ്രദ്ധയിൽ വേഗത്തിൽ പെടുകയും ചെയ്യും. ക്രെഡിറ്റ് കാർഡുകൾ ഒരു അനുഗ്രഹമാണോ അതോ ശാപമാണോ എന്നത് അത് ഉപയോഗിക്കുന്ന ആളുകളുടെ സാമ്പത്തിക അച്ചടക്കത്തെ ആശ്രയിച്ചിരിക്കും. ഏപ്രിൽ 1 മുതൽ വരുന്ന പുതിയ നിയമനങ്ങൾ പണമിടപാടുകൾ കൂടുതൽ ഉത്തരവാദിത്തം കൊണ്ടുവരാനും സഹായിക്കും. കൃത്യമായ വരുമാന രേഖകൾ ഉള്ളവർക്ക് ഈ നിയമങ്ങൾ പേടിക്കേണ്ടതില്ല. എന്നാൽ വലിയ തുകകൾ കൈകാര്യം ചെയ്യുന്നവർ തങ്ങളുടെ ഓരോ രൂപയുടെ ചിലവും കൃത്യമായി ട്രാക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനും കടക്കണിയിൽ പെടാതിരിക്കാനും നിരവധി കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നിലധികം കാർഡുകൾ ഒഴിവാക്കി ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ബില്ലുകൾ പൂർണ്ണമായും കൃത്യസമയത്തും അടയ്ക്കുക. ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് കാർഡ് വഴിയുള്ള വലിയ ഇടപാടുകൾ മറച്ചു വയ്ക്കാതിരിക്കുക. പുതിയ ക്രെഡിറ്റ് കാർഡ് പരിഷ്കാരങ്ങൾ സാധാരണക്കാരായ ഇടപാടുകാരെയും ഉയർന്ന തുക ചിലവാക്കുന്നവരെയും വ്യത്യസ്തമായ രീതിയിലാണ് ബാധിക്കുന്നത്. ഇതിന്റെ പ്രധാന പ്രത്യാഘാതങ്ങൾ ഇവയാണ്. ഏപ്രിൽ 1 മുതൽ നടപ്പിലാകുന്ന മാറ്റങ്ങൾ വഴി ഓരോ വ്യക്തികളുടെയും സാമ്പത്തിക ഇടപാടുകൾ ആദായനികുതി വകുപ്പിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാകും. 10 ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക ഇടപാട് നടത്തുന്നവർ തങ്ങളുടെ വരുമാന സ്രോതസ് വ്യക്തമാക്കാൻ ബാധ്യസ്ഥരാകും. ഇത് നികുതി വെട്ടിപ്പ് നടത്തുന്നവരെ പിടികൂടാൻ സഹായിക്കുമെങ്കിലും അശ്രദ്ധമായി കാർഡ് ഉപയോഗിക്കുന്ന സാധാരണക്കാർക്ക് അനാവശ്യമായ IT നോട്ടീസുകൾ ലഭിക്കാൻ കാരണമായേക്കാം. വിദേശത്ത് 1 ലക്ഷം രൂപയിൽ കൂടുതൽ ചിലവാക്കുന്നവർ നിരീക്ഷണത്തിലാവുന്നത് വിനോദസഞ്ചാരികളെയും വിദേശത്ത് പഠിക്കുന്ന കുട്ടികളെയും രക്ഷിതാക്കളെയും ബാധിക്കും. ഓരോ ചെറിയ വിദേശ ഇടപാടും കൃത്യമായി കണക്കിൽ പെടുത്തേണ്ടി വരുന്നത് ഇവർക്ക് അധിക ബാധ്യതയാകും. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ആദായനികുതി അടയ്ക്കാനുള്ള സൗകര്യം സാമ്പത്തിക പ്രതിസന്ധിയിലുള്ളവർക്ക് താൽക്കാലിക ആശ്വാസം നൽകുമെങ്കിലും ഇത് കടക്കണിയിലേക്ക് നയിക്കാനുള്ള സാധ്യതയുമുണ്ട്. കമ്പനി കാർഡുകൾ വ്യക്തിഗത ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ജീവനക്കാർക്ക് ഇനി മുതൽ ആദായനികുതി നൽകേണ്ടി വരുമെന്നതും അവരുടെ മാസവരുമാനത്തെ ബാധിക്കും. ചുരുക്കത്തിൽ പണമിടപാടുകളിൽ കൂടുതൽ സുതാര്യത വരുന്നത് നല്ലതാണെങ്കിലും സാധാരണക്കാർക്ക് തങ്ങളുടെ ഓരോ ക്രെഡിറ്റ് കാർഡ് ഇടപാടിലും അതീവ ജാഗ്രത പാലിക്കേണ്ടി വരും എന്നതാണ് ഈ പരിഷ്കാരത്തിന്റെ ഏറ്റവും വലിയ ഫലം.